തിരുവനന്തപുരം ശ്രീവരാഹത്ത് ഇന്നലെ അർദ്ധരാത്രി യുവാവിനെ കുത്തിക്കൊന്നു. ശ്രീവരാഹം സ്വദേശി ശ്യാമാണ് കൊല്ലപ്പെട്ടത്. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ശ്യാമിന് കുത്തേറ്റത്. മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽ ഉൾപ്പെട്ട അർജുൻ എന്നയാളാണ് ശ്യാമിനെ കുത്തിയത്. കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കരമന അനന്തു കൊലപാതകത്തിൽ 6 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദൻ മീഡിയ വണിനോട് പറഞ്ഞു. ശ്യാമാർ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ശ്യാം, കരമന അനന്തു കൊലക്കേസിൽ 6 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഉണ്ടായ കൊലപാതകവും ഈ അനന്തു കൊലപാതകവും തമ്മിലുള്ള ബന്ധമെന്താണ്? പ്രത്യക്ഷത്തിൽ ഈ കേസുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ കേസുകൾ തമ്മിലുള്ള ബന്ധമെന്നത് രണ്ടിലും ഉൾപ്പെട്ടിരിക്കുന്നത് ലഹരി മാഫിയ സംഘങ്ങളാണ് എന്നതാണ്. കഴിഞ്ഞ ദിവസം അനന്തുവിനെ കൊലപ്പെടുത്തിയതും ലഹരി മാഫിയ സംഘങ്ങളായിരുന്നു. ഇപ്പോൾ ശ്യാമിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതും ലഹരി മാഫിയ സംഘങ്ങളാണ് എന്ന് തന്നെ പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്. ശ്രീവരാഹത്ത് കുളത്തിൻ്റെ സമീപത്ത് 2 സംഘങ്ങളും ലഹരി മാഫിയ സംഘങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനിടെ ഇവരെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഈ സംഘടന തടയുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ് കഴിഞ്ഞ ദിവസം രാത്രി മരിച്ച ശ്യാം. ശ്യാം ഈ ബൈക്കിൽ സഞ്ചരിക്കവേ ഇത്തരത്തിലൊരു സംഘടന കാണുകയും ഇവിടേക്ക് ഓടിയെത്തുകയും ഈ സംഘടന തടയാൻ ശ്രമിക്കുകയും ചെയ്യായിരുന്നു. ഇതിനിടെയാണ് ശ്യാമിന് കുത്തേറ്റത്. 28 വയസ്സാണ് ശ്യാമിനുള്ളത്. സ്ഥലത്ത് വെച്ച് തന്നെ ഈ യുവാവ് കൊല്ലപ്പെട്ടു. മറ്റ് 2 പേർക്ക് കൂടി ഈ സംഭവത്തിൽ കുത്തേറ്റിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. 2 പേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതുവരെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഫോർട്ട് ACP പ്രതാപചന്ദ്രൻ നായർ സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷനിലേക്ക് ACP എത്തിയ ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രധാന പ്രതി, ഈ കേസിലെ മുഖ്യപ്രതി എന്നത് അർജുൻ എന്ന ആളാണ്. അയാൾ മയക്കുമരുന്ന് സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. അയാളെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അയാൾ 2 തവണ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടുവെങ്കിലും അവിടെ നിന്നും വഴുതിമാറി രക്ഷപ്പെടുകയായിരുന്നു. അയാൾ ആദ്യമുണ്ടായിരുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് അവിടെ പോലീസ് കണ്ടെത്തിയപ്പോൾ സമീപത്തുള്ളൊരു ഗ്യാരേജിലേക്ക് ഓടിക്കയറി. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ ഈ ഒരു ഗ്യാരേജ് വളഞ്ഞു. എന്നാൽ ഗ്യാരേജിനുള്ളിൽ തന്നെ മറ്റൊരാളെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് ഈ പിടികൂടിയ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് അർജുൻ അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട അർജുനെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പ്രത്യേകിച്ചും അർജുൻ്റെ എതിരാളികൾ പുറത്തുള്ളപ്പോൾ അർജുൻ ഇത്തരത്തിൽ രക്ഷപ്പെട്ട് നടക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുകയാണെങ്കിൽ അയാളെ ആക്രമിച്ചേക്കാമെന്ന സംശയം കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനെ എത്രയും വേഗം പിടികൂടാനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞ 15 ദിവസങ്ങൾക്കിടെ 2 കൊലപാതകങ്ങൾ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നു. 2ലും ഉൾപ്പെട്ടിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. മയക്കുമരുന്ന് സംഘങ്ങൾ സജീവമാവുകയാണ്. അവരെ 1 മാസത്തിനുള്ളിൽ അമർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനുശേഷം 4 മണിക്കൂർ പിന്നിടുമ്പോഴാണ് 28 വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തിയത്. പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 15 ദിവസങ്ങൾക്കിടെ ഇതിപ്പോൾ 3ാമത്തെ ആളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിനെ തുടർന്ന് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഏത് രീതിയിലുള്ള പോലീസ് ഇടപെടലാണ് സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്? പ്രത്യേക അന്വേഷണ സംഘമോ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇതിനുവേണ്ടി ഇവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്വേഷണ സംഘത്തെ, ഇത്തരത്തിലൊരു പ്രത്യേക സംഘത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മുൻപില്ലാത്തൊരു സാഹചര്യമാണ്. സാധാരണ കൊച്ചിയിലൊക്കെയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ സജീവമാവുകയും അവരുടെ അങ്ങേറ്റത്തുള്ള ഇത്തരത്തിൽ അഴിഞ്ഞാടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് കൊച്ചിയിലൊക്കെയാണ്. എന്നാൽ അത് തിരുവനന്തപുരത്തേക്ക് വ്യാപിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്ന സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ കൊല്ലപ്പെടുന്ന 3ാമത്തെ യുവാവാണ് ശ്യാം. ആദ്യം വിഷ്ണുവാണ്, ചിറയൻകീഴിൽ വിഷ്ണു എന്ന 21 വയസ്സുകാരനെ കൊലപ്പെടുത്തി. അതിനുശേഷം അനന്തു എന്ന 21 വയസ്സുകാരനെ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ 28 വയസ്സുകാരൻ ശ്യാമിനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 2 പേർ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലുമാണ്. സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ പ്രകാരം അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘങ്ങളെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മളിത് കണ്ടതാണ്. കോവളത്ത് ഒരു വിദേശ വനിത കൊല്ലപ്പെട്ടത്. അതിലും ഉൾപ്പെട്ടത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളായിരുന്നു. ഏതായാലും തിരുവനന്തപുരം സിറ്റി ഇവരുടെ കയ്യിൽ അകപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ തലവേദനയാകുന്നത് തിരുവനന്തപുരം സിറ്റി നഗരപരിധിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അനന്തുവിൻ്റെ മൃതശരീരം കണ്ടെത്തിയ തരത്തിൽ ഒട്ടനവധി ഭൂപ്രദേശങ്ങൾ ഇത്തരത്തിൽ ഹൈഡായി കിടക്കുന്ന, കണ്ണെത്താതെ കിടക്കുന്നത്, പോലീസിൻ്റെ കണ്ണെത്താതെ കിടക്കുന്ന ഒട്ടനവധി മേഖലകൾ തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിലുണ്ട്. അവിടെയാണ് ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ തമ്പടിച്ചിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഈ ഒരു കാടുകളിലേക്ക് നോക്കുവാനോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നോ പോലീസിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിൽ അവിടെ
സ്ഥിരമായി തമ്പടിക്കുന്ന സംഘങ്ങളുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരിക്കുന്നു. അത്തരം പ്രദേശങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഈ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിൽ ഹൈഡായി കിടക്കുന്ന പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം അത് മാർക്ക് ചെയ്തുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുക എന്നതാണ് ആദ്യ ഘട്ടത്തിലുള്ള നിർദ്ദേശം. ഏതായാലും കഞ്ചാവിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന സാധാരണഗതിയിൽ ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായും അതിലെ വസ്തു എന്നത് കഞ്ചാവായിരിക്കും. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം സഞ്ജയ് കുമാർ ഗുരുദീൻ്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, കഞ്ചാവല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സഞ്ജയ് കുമാർ ഗുരുദീൻ പറയുകയുണ്ടായി. അതായത് മയക്കുമരുന്ന് തന്നെ ഉപയോഗിക്കപ്പെടുന്നു, മയക്കുമരുന്നിന്റെ കച്ചവടം നടക്കുന്നു, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഉൾപ്പെട്ടവരാണ് ലഹരി മാഫിയ സംഘത്തിന്റെ പിടിയിലാകപ്പെടുകയാണ്. കഴിഞ്ഞ 15-16 ദിവസങ്ങൾക്കിടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ശ്രീവരാഹം സ്വദേശി ശ്യാമാണ് കഴിഞ്ഞ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. കരമന അനന്തു കൊലപാതക കേസിൽ 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്യാമാർ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദീൻ മീഡിയ വണിനോട് പറഞ്ഞു. ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആണ് ദാറ്റ് ഈ സെക്കൻഡ് മർഡർ ടുക്ക് പ്ലേസ്. പക്ഷെ അതൊരു കണക്റ്റഡ് അല്ല. പക്ഷെ വൺ തിങ് വിച്ച് ഈസ് കണക്റ്റഡ് ഈസ് ഒരുപാട് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ഈ കഞ്ചാവ് ആൻഡ് ആൽക്കഹോൾ. അങ്ങനെ ഒരു സച്ച് ഇൻസിഡന്റ് ടുക്ക് പ്ലേസ്. നമ്മുടെ ഫസ്റ്റ് കേസിൽ ഓൾസോ വി ഹാവ് അറസ്റ്റഡ് ഓൾമോസ്റ്റ് ഓൾ ദ അക്യൂസ്ഡ്. രണ്ടാമത്തെ കേസിൽ ഓൾസോ 2 പ്രതി നമ്മളെ പിടിച്ചിട്ടുണ്ട്, ഒരാൾ എനിക്ക് കിട്ടാനുണ്ട്, അത് നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഇന്നലെ ആൾസോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് സിറ്റി പോലീസ് വി ഹാവ് പ്ലാൻ ഇന്നു മുതൽ വി ആർ ഇനി ശക്തമാക്കും. ഈ സ്പെഷ്യലി 2 കാര്യത്തിൽ, ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ പറ്റി, രണ്ടാമത്തെ ഈ ഡ്രഗ് അബ്യൂസിനെ പറ്റി. ഈ ഡ്രഗിനെ പറ്റി ഒരു സപ്ലൈ സൈഡ് ആൻഡ് ഒരു ഡിമാൻഡ് സൈഡിൽ രണ്ടും ഒരു പ്രോപ്പർലി പ്ലാൻ ചെയ്തതാണ്. ആൻഡ് വി ആർ കോൺഫിഡന്റ് ദാറ്റ് ഇത് നമുക്ക് വിൽ ഡെഫിനറ്റ്ലി കർട്ടിലേറ്റ് ഒരു